അബുദാബിയിൽ കൂറ്റൻ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായി. വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. ഐക്യത്തിന്റെ ആഘോഷം എന്നാണ് ഉദ്ഘാടന ചടങ്ങിന് പേരിട്ടിരിക്കുന്നത്. വിവരങ്ങൾ MC നാസർ നൽകും. MC നാസർ, എപ്പോഴാണ് ഉദ്ഘാടന ചടങ്ങ്? മറ്റു വിശദാംശങ്ങൾ. അജയ്, ഇന്ന് വൈകിട്ട് UAE സമയം 4 മണിയോടുകൂടി ഉദ്ഘാടന ചടങ്ങ് നടക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി മോദി ദുബൈയിലാണ് ഉള്ളത്. അവിടെ സർക്കാർ തല ഉച്ചകോടിയിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ദുബൈയിൽ നിന്ന് അദ്ദേഹം അബുദാബിയിലേക്ക് എത്തും. നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഏറ്റവും വലിയ ഏതാണ്ട് 7000 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ഹിന്ദു ശിലാക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം വൈകിട്ടാണ് നടക്കുക. ഏതാണ്ട് UAE പ്രധാന നേതാക്കളൊക്കെയും തന്നെ ചടങ്ങിനെത്തും. ഇപ്പോൾ ഈ ഏതാണ്ട് ഉച്ച സമയമാണ് ഇപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം. വലിയ തോതിലുള്ള ആൾക്കൂട്ടമാണ് ഇപ്പോൾ തന്നെ. പ്രധാനമായിട്ടും ഭക്ത സമൂഹം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ട ഒരു ക്യൂ ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു 3-4 മണിക്കൂർ കഴിയുന്നതോടുകൂടി വലിയ തിരക്ക് അനുഭവപ്പെടും. ഏതാണ്ട് 27 ഏക്കർ വിസ്തൃതിയിലാണ് ഈ ക്ഷേത്രവും അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഈ സ്ഥലം പൂർണ്ണമായിട്ടും അബുദാബി സർക്കാരാണ് ബാബ്സ് കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത്. ഏതായാലും പിന്നെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായിട്ട് ഈ ക്ഷേത്രം മാറുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ ക്ഷേത്രത്തിലേക്ക് സന്ദർശനത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. ഈ മാസം 18 മുതലായിരിക്കും സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുക. ഏതാണ്ട് UAE-ലുള്ളവർക്ക് ഒരുപക്ഷെ മാർച്ച് മാസത്തോടു കൂടി മാത്രമേ പ്രവേശനം നൽകൂ എന്നുകൂടി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ തോതിലുള്ള നമ്മുടെ പിന്നിൽ കാണുന്നത് പോലെ വലിയ തോതിലുള്ള ആൾക്കൂട്ടം, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രധാനമന്ത്രി വൈകിട്ട് 4 മണിയോട് എത്തുന്നതോടുകൂടി ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. അജയ്, MC, ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് പുറമെ മറ്റും ആരൊക്കെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്? അജയ്, ഇതിൽ പ്രധാനമായിട്ടും UAE-യുടെ സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹിയാൻ പങ്കെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UAE-യിലെ വിവിധ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തും. ദുബൈ ഉൾപ്പെടെയുള്ള വിവിധ എമിറേറ്റുകളിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളും ഒരുപക്ഷെ ചടങ്ങിനെത്തും. ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഏതായാലും ഒരു സഹിഷ്ണുതയുടെയും പിന്നെ സമഭാവനയുടെയുമായിട്ടുള്ള വലിയൊരു സന്ദേശം ലോകത്തിന് നൽകുക എന്ന ഒരു അർത്ഥത്തിൽ കൂടിയാണ് ഏറ്റവും വലിയൊരു ഹിന്ദു ക്ഷേത്രത്തിന് അബുദാബി അനുമതി നൽകിയിരിക്കുന്നതും അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നതും. ഇത് 7 ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ആ 7 ഗോപുരങ്ങൾ UAE-യുടെ 7 എമിറേറ്റുകളെ പ്രതീകവൽക്കരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അയ്യപ്പൻ ഉൾപ്പെടെ 7 പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. അത്രയും വിപുലമായ തോതിലുള്ള, അതേസമയം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇവിടേക്ക് പ്രവേശന അനുമതി നൽകാനുള്ള ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. ഏതായാലും വലിയ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ ഉദ്ഘാടന ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആയിരങ്ങൾ തന്നെ ഈ വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് അബുദാബിയിലും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അജി, ശരി. MC നാസറാണ് അബുദാബിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.